ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവിടെ വരുമ്പോ തന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ICUലേക്ക് മാറ്റിയത്. സ്നേഹയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രഗ്നൻസി അബോട്ടായിപ്പോയി. എന്നെ ചതിക്കാൻ ശ്രമിച്ച ഇതായിരിക്കും അവസ്ഥ. നിന്റെ ഭാര്യയുടെ പ്രഗ്നൻസി ഇപ്പൊ തീരും. നിന്റെ കൈകൊണ്ട് തന്നെ നീ നിന്റെ കുഞ്ഞിനെ കൊന്നു. ഈ സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ദുഃഖം അഭിനയിക്കും. കുഞ്ഞു നഷ്ടപ്പെടുന്ന നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കരയുകയും ചെയ്യും. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ കുഞ്ഞു നഷ്ടപ്പെട്ട കാര്യം ഇപ്പൊ തന്നെ ഡോക്ടർ ഒന്ന് പറയും. മോളെ 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 എന്താ എന്റെ മോളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചത്? പേടിക്കണ്ട, പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തതാ. അപ്പൊ സംഗതി സീരിയസ് ആയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. ഏത് ഡോക്ടർ വിചാരിച്ചാലും അവളുടെ പ്രഗ്നൻസി ഇതോടെ തീരും. സ്നേഹ, ബഹളം വെക്കാതിരിക്കെ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തോ പോയിസൺ ഒളിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. ടെൻഷൻ ആവണ്ട, ജസ്റ്റ് റിലാക്സ്. നമുക്ക് ശ്രമിച്ചു നോക്കാം. മോനെ, മോൻ വിഷമിക്കണ്ട. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഓ, അമ്മായിയപ്പം മരുമോനെ ആശ്വസിപ്പിക്കുന്നു. അവക്കൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷെ ആ കുഞ്ഞ് അതിന് സംഭവിക്കും. അതിൻ്റെ കാര്യം അമ്മായിയപ്പനും മരുമകനും അങ്ങ് മറക്കുന്നതാ നല്ലത്. ഇത്രയും നേരമായിട്ട് ഡോക്ടർ എന്താ ഇറങ്ങി വരാത്തെ? പ്രഗ്നൻസി അബോട്ടായി പോയെന്ന് പറയുന്നതിന് എന്തിനാ ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നേ? ആ വരട്ടെ, ആ സന്തോഷ വാർത്ത കേൾക്കാൻ ഞാൻ കുറച്ചുകൂടി കാത്തു നിൽക്കാം. ഡോക്ടർ, സ്നേഹ ഷീസ് ഓക്കെ. ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അതാ ഞാൻ പറയാൻ വന്നത്. ആ, ഇവിടെ വരുമ്പോ തന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ICUലേക്ക് മാറ്റിയത്. സ്നേഹയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രഗ്നൻസി അബോട്ടായിപ്പോയി. ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദിവസവും എത്രയോ കേസുകൾ ഇതുപോലെ നടക്കുന്നു. നെക്സ്റ്റ് ടൈം അവർക്കെല്ലാം കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഇത് ലൈഫിന്റെ അവസാനമൊന്നുമല്ല. നിങ്ങൾ വേണം ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കാൻ. ഡോക്ടർ, അവരൊരുപാട് ആഗ്രഹിച്ച കുഞ്ഞായത്. എല്ലാവരും അങ്ങനെ തന്നെയാ.
പക്ഷെ ചിലതൊക്കെ ഫെയിലായി പോവും. ഒരു എക്സാം എഴുതിയാ എല്ലാവരും ജയിക്കാറില്ലല്ലോ. എന്ന് വെച്ച് തോറ്റവരെല്ലാം നിരാശപ്പെട്ടാണോ ഇരിക്കുന്നത്? നെവർ. നെക്സ്റ്റ് ടൈം അവർ പരീക്ഷ എഴുതും, ജയിക്കുകയും ചെയ്യും. ലൈഫും അതുപോലെയാണ്. ഇതെല്ലാം ഓരോ പരീക്ഷണങ്ങളാണ്. ഞങ്ങൾ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. ചിലത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ വിധിയാണ്. അടുത്ത തവണ എല്ലാം ശരിയാകും. അത് കലക്കി. സിദ്ധന്റെ മരുന്ന് പൊളിച്ചു. ധനുഷേ, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന്. ഒരു ദൈവമല്ല, ഞാനാ ഡിസ്പോസ് ചെയ്തത്. അത് നിന്നെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിച്ചു, നീ പോലും അറിയാതെ. അടുത്ത തവണ ശരിയാവും പോലും. ഒന്നും ശരിയാവും പോകുന്നില്ല. ഇനി നിനക്കൊരു കുഞ്ഞുണ്ടായാലും ഇത് തന്നെയായിരിക്കും അനുഭവം. ഒരു വിക്കറ്റ് പോയി. ഇനി അടുത്ത വിക്കറ്റ് അർച്ചനയുടേതാ. അതും ഞാൻ തെറിപ്പിക്കും. മോനെ, സമാധാനിക്ക്. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. താനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും സംഭവിച്ചത് തന്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടും അല്ല. പിന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ? അങ്ങനൊന്നും ആരും പറഞ്ഞില്ലല്ലോ. താൻ എന്തിനാ ഈ എഴുതപ്പുറം വായിക്കുന്നേ? മനസ്സ് വല്ലാതെ തളർന്നു പോകുന്നു സച്ചേട്ടാ. എടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? ലോകത്ത് എല്ലായിടത്തുള്ള ആളുകൾ ജീവിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണോ? പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണോ ദൈവം ധനവും ഐശ്വര്യമൊക്കെ കൊടുക്കുന്നത്? പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും ഒക്കെ ദൈവത്തിന് ഒരുപോലെയാണ്. അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് മാത്രം ദൈവത്തിന് ഇഷ്ടമല്ല. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ ദൈവം വെറുക്കും. തുലാഭാരം തൂക്കുന്ന ആ തട്ട് പൊട്ടിയത് ആ കണ്ണുകളിലൊരെണ്ണം ദ്രവിച്ചു പോയതാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച മനസ്സിൽ പിന്നെ ഇങ്ങനൊരു സംശയം ഉണ്ടാവില്ല. ഇതേ തുലാഭാരത്തട്ട് ശരിയാക്കി നാളെ വീണ്ടും പല ആളുകളും അതിൽ തുലാഭാരം നടത്തും. ഇന്ന് മുടങ്ങിയ തുലാഭാരം നാളെ നമ്മളും പോയി നടത്തും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. താൻ മനസ്സിന്റെ ബലം കളയരുത്. എന്തു വന്നാലും ഞാനില്ലേ കൂടെ.